ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടലക്കറി ആയാലോ. അപ്പോൾ അതിനു വേണ്ടി 1.5 കപ്പ് കടല നല്ലപോലെ കഴുകി വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. തലേദിവസം രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ വെള്ളക്കടല നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഫ്ലെയിമിലേക്ക് വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ചെറിയ സൈസ് തക്കാളി അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്തത് നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയ്ക്ക് നല്ലപോലെ വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ തക്കാളി മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ ഈ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തെപ്പാടെയാണ് നമ്മൾ ഇതേപോലെ വെള്ളക്കടല ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോരം കൺസിസ്റ്റൻസിയിൽ ചാറ് വേണം ആ രീതിയിൽ നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ടാണ്. അപ്പോൾ പുട്ടിനൊക്കെ ഒപ്പം കഴിക്കാനാണെങ്കിൽ കുറച്ച് ചാറിരിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാകും. പുട്ടിനും അപ്പത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഓഫ് ചെയ്യാനായിട്ട്. കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടി ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ കടലക്കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കൊപ്പോ അല്ലെങ്കിൽ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോംബോയാണ്. ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.